അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിൽ ഗർഡർ വീണ് അപകടമുണ്ടായി. ഒരാൾ മരിച്ചു എന്നതാണ്. പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് ഈ ഗർഡർ വീണത്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് മരിച്ചത്. രഘുനാഥ് നാരായണൻ വിശദവിവരങ്ങളുമായി അവിടെ നിന്നും തുടരുന്നുണ്ട്. രഘു, വളരെ നിർഭാഗ്യകരമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിരവധി പിഴവുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. രഘു തന്നെ എത്ര തവണ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പ്രേക്ഷകരുമായി കാര്യങ്ങൾ പങ്കുവച്ചു. നിലവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? മോദി മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റി സമീപത്തെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. വാഹനം അവിടെ നിന്ന് നീക്കുന്നു. ഗതാഗതം പഴയ രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ 7 മണിയാണ്. തിരക്ക് ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, ചേർത്തല അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എറണാകുളത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ ബൈക്കിലും മറ്റും യാത്ര തുടങ്ങുന്ന സമയമാണ്. കുറച്ച് തിരക്ക് ഈ സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പലപ്പോഴും നമ്മളിപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച ആളുകൾ പറയുന്നത് ഈ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ആളുകൾക്ക് ആ വഴി പോകാൻ ഭയമാണ്. ഒന്ന്, ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നു. 50-ലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ അവിടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, പലപ്പോഴും ഈ ഉയരപാത മുകളിലാണ് നിർമ്മാണം നടക്കുന്നത്. അവിടെ സുരക്ഷാ മാനദണ്ഡമൊന്നും പാലിക്കാത്തതുകൊണ്ട് പലപ്പോഴും കോൺക്രീറ്റിന്റെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് മെറ്റലും മറ്റും തെറിച്ച് താഴേക്ക് വീഴുന്നു. വെൽഡ് ചെയ്യുമ്പോൾ തീപ്പൊരി മറ്റും തെറിച്ച് ആളുകളുടെ മുകളിലേക്ക് വീഴുന്നു. ഈ വെള്ളം നനയ്ക്കുമ്പോൾ ഈ അഴുക്ക് ചെളി വെള്ളം ആളുകളുടെ ദേഹത്തേക്ക് വീഴുന്നു. അത്തരത്തിൽ അവിടെയുള്ള ആളുകൾ സത്യത്തിൽ ഈ ദേശീയപാതയൊക്കെ നിർമ്മിച്ചു വരുമ്പോൾ ആളുകൾക്കൊക്കെ വളരെ പ്രയോജനമാണ്. നിർമ്മാണം നടക്കുമ്പോഴൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്രമേൽ മോശമായ രീതിയിലുള്ളൊരു നിർമ്മാണം ലോകത്തെവിടെയും നടക്കുന്നുണ്ടാകില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അത്രമേൽ അവർ ആ ജോലി കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഗർഡറിന്റെ ഈ അപകടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുലർച്ചെ 3 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. ഒരു ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗർഡർ മുകളിലേക്ക് ഉയർത്തി. ആ സമയത്ത് അവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മുകളിലേക്ക് ഉയർത്തി ട്രെയിൻ അവിടുന്ന് മാറ്റിയതിന് ശേഷം അവിടെ അത് മുറുക്കുന്ന സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ജാക്കിക്ക് ശകലം തകരാറ് സംഭവിക്കുകയും ജാക്കി അവിടെ നിന്ന് തെന്നു മാറി. നിലവിൽ വാഹനം അവിടെ നിന്നും വടം കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പണിപ്പെട്ടാണ് അവിടെ നിന്ന് ആ വാഹനം അതിൽ നിന്ന് പുറത്തെടുത്തതെന്ന് നമുക്കറിയാം. ഗർഡറുകൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് നീക്കിയും മറ്റും അവിടെ നിന്നും അത് മാറ്റുകയായിരുന്നു എന്നറിയാം. ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് ഉള്ളതും കാണാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ രഘു. വാഹനം അവിടെ നിന്ന് മാറ്റുകയാണ്. കാരണം ഒന്നാമത് ഈ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് അവിടെ ഹൈവേയിൽ അല്പം കൺജക്ഷൻ ഉണ്ട്. അവിടെ അല്പം വീതി കുറവും മറ്റുമൊക്കെ ഉണ്ട്. വാഹനം കടന്നു പോകുന്ന ഒറ്റ നിരയായിട്ടാണ്. സ്വാഭാവികമായിട്ട് തന്നെ വാഹനം അവിടെ കിടന്ന് അവിടെ വീണ്ടും ഗതാഗതക്കുരുക്കുണ്ടാകും. ഇനി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൂടി ബുദ്ധിമുട്ട് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വാഹനം വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളത്. ആ വാഹനത്തിന്റെ മുൻഭാഗം നമ്മൾ സാധാരണ വാഹനം ഇടിച്ച് അപ്പമായി എന്നൊക്കെ ഒരു നാട്ടുഭാഷയിൽ സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ പൊടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആ ഇടിയുടെ ആഘാതത്തിൽ ആ ക്യാബിൻ പൂർണ്ണാർത്ഥത്തിൽ താഴോട്ട് ഇരുന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത്രമേൽ വലിയ വീഴ്ചയായിരുന്നു. അത്രമേൽ ആഘാതം ഉള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ ആ സമയം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഗർഡർ വീണിരുന്നത് ഏതെങ്കിലും ബസ്സോ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്കായിരുന്നെങ്കിൽ അപകടത്തിന്റെ തീവ്രത എത്രത്തോളം വലുതാവുമായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ദേശീയപാത ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിർമ്മാണം നടത്തുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത്, ഏതെല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് കൃത്യമായി നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് പിക്കപ്പ് വാനുമായി അതുവഴി പോവുകയായിരുന്നത്. ഗർഡറുകൾ ഉറപ്പിച്ച ശേഷമാണ് അതുവഴി കടന്നുപോയത്. അത് ഉറപ്പിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എപ്പോഴും അത് വളരെ നന്നായി ഫിക്സ് ചെയ്തിരുന്നില്ല എന്നത് അതിൽ നിന്നും മനസ്സിലാവുന്നു. ഈ അപകടം സംഭവിച്ചതിൽ നിന്നും 2 ഗർഡറുകളാണ് താഴേക്ക് വീണത്. അത് വീണാണ് വാഹനം തകർന്ന് രാജേഷിന് ദാരുണാന്ത്യം സംഭവിച്ചത്. രഘു, ഈ രാജേഷ് പിക്കപ്പ് വാനുമായി എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു? മരണപ്പെട്ട രാജേഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തി വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് നിലവിൽ ലഭ്യമാണോ? നിന്ന് മുട്ടയെടുത്ത് ആലപ്പുഴ ഭാഗത്തേക്ക് വഴികയായിരുന്നു. പത്തനംതിട്ടയിലേക്ക് പോകുകയായിരുന്നു എന്ന് നമ്മൾ നിഗമനത്തിലെത്താൻ കാരണം KL 26 രജിസ്ട്രേഷനാണ്. അടൂരിലാണ് ആ വാഹനത്തിന്റെ
ഉടമ ഉള്ളത്, RC ഓണറുള്ളത്. അതുകൊണ്ടാണ് പത്തനംതിട്ടയിലേക്ക് മുട്ടയുമായി പോയതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയത്. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയാണ് രാജേഷ്. അതോ ഇനി ഹരിപ്പാട് ഭാഗത്തേക്കാണോ വന്നതെന്നൊക്കെ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ അതിനകത്തുള്ളൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. മുട്ടയുമായിട്ട് വന്ന വാഹനമാണ്. ഈ വാഹനം ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഗർഡർ ഉരുണ്ട് താഴേക്ക് വീഴുകയായിരുന്നു. കാരണം അവിടെ ഒരു അലർട്ട് അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡ്രൈവർ ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു ജാഗ്രതയോടുകൂടി മാത്രമേ ആ വാഹനം ഓടിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിയന്ത്രണമോ ഒരു അലർട്ടോ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവച്ച ശേഷം ഞാൻ രഘുവിലേക്ക് വരാം.